അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഒരു കുട്ടിയെ ഒരാൾക്ക് നൽകുന്നതിനെ കുറിച്ച് പറഞ്ഞ വാചകം സന്തോഷം അല്ലെങ്കിൽ സുവിശേഷം എന്നൊക്കെയാണ്. നമ്മളെപ്പോഴും കേൾക്കുന്ന, നമ്മളെപ്പോഴും അറിയുന്ന ഒരു ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. കുഞ്ഞില്ലാതെ വിഷമിച്ച് പ്രയാസപ്പെട്ട് പടച്ച റബ്ബിനോട് തേടിയ റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, അല്ലാഹുവേ എനിക്ക് നീ നല്ല ഒരു കുഞ്ഞിനെ തരണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞത് ഫബശർനാഹു ബിഉലാമിൻ ഹലീം. ഫബശർനാഹു എന്നാണ്. തബ്ശീറിന്റെ പദം ഉപയോഗിച്ചുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ തന്ന ഭാഗത്തൊക്കെ പടച്ച റബ്ബ് പറഞ്ഞിട്ടുള്ളത്. ഫബശർനാഹു ബിഉലാമിൻ ഹലീം എന്ന. നിങ്ങൾ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പഠിച്ചിട്ടുണ്ടാവും. ബൈത്തുൽ മുഖദ്ദസിൽ ബഹുമാനപ്പെട്ട ഒരു പരിപാലകനായി നിൽക്കുന്ന സമയത്ത് പ്രായമേറെയായിട്ടും കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവർ പടച്ച റബ്ബിനോട് തേടിയല്ലോ. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. പടച്ചവനെ നീ പ്രാർത്ഥന കേൾക്കുന്ന തമ്പുരാനാണ്, എനിക്കൊരു കുഞ്ഞിനെ തരണേ. മഹാനവർകൾ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരെ കുട്ടിയെ കൊടുത്ത വിവരം ബൈത്തുൽ മുഖദ്ദസിലെ മിഹ്റാബിൽ അദ്ദേഹം നിൽക്കുന്ന സമയത്ത് മലക്കുകളെ കൊണ്ട് അറിയിച്ചു കൊടുത്ത വാചകം പരിശുദ്ധ ഖുർആനിലുണ്ട്. ഫനാദതുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ് അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹി സയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ് സാലിഹീൻ. ഒരു കുഞ്ഞിനെ തരുന്നുണ്ട്, കുട്ടിയുടെ പേര് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ തുടങ്ങിയത് എങ്ങനെ? അല്ലാഹു പറയാം ഫനാദതുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ് അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ. തബ്ശീറ, കുട്ടി ജനിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത സന്തോഷം. ഒരു കുടുംബത്തിൽ ഒരു കുട്ടി ജനിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത സന്തോഷം. ഈ സന്തോഷം കിട്ടി ആ മിഹ്റാബിൽ വന്ന് ദ്വാരക്കാൻ വേണ്ടി പലരും ബൈത്തുൽ മുഖദ്ദസ് യാത്രയിൽ കൂടെ പോരാറുണ്ട്. ആ മിഹ്റാബ് അതുപോലെ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. അക്സ ഖദീമിൽ രണ്ട് ഭാഗമായിട്ടാണ് ബൈത്തുൽ മുഖദ്ദസ് ഇപ്പോഴും നിൽക്കുന്നത്. പഴയ അക്സ ഭൂമിക്കടിയിലും അക്സ ജദീദ് ഭൂമിക്ക് മുകളിലും. ആര് പോയാലും അത് ഇപ്പോഴും കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തബ്ശീറിന്റെ പദം ഉപയോഗിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുട്ടി ജനിക്കുന്നത് വലിയ സന്തോഷം. ഞാൻ പറയുന്ന വിഷയത്തിലേക്കാണ് ഇനി വരുന്നത്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് എൻ്റെ കൂടെ യാത്ര ചെയ്ത ഒന്നിലധികം ദമ്പതികളുടെ ആഗ്രഹം ഒരു കുഞ്ഞ് ജനിക്കുക എന്നുള്ളതാണ്. ചികിത്സിച്ച് മടുത്ത് 15-20 കൊല്ലമായിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ആ ദമ്പതികൾ എങ്ങനെയൊക്കെയോ വിറ്റുപെറുക്കി പണമുണ്ടാക്കി ഹജ്ജിന് പോകുന്നത് എൻ്റെ അനുഭവത്തിലുണ്ട്. അവർക്ക് ഹജ്ജ് നിർബന്ധമില്ല, കാരണം സാമ്പത്തിക ശേഷിയില്ല. പക്ഷെ എങ്കിലും അവർ ഹജ്ജിന് പോകുന്നത് എന്തിനാ? പരിശുദ്ധ കഅബയുടെ സമീപത്ത് വന്നൊന്ന് ദുആ ചെയ്തിട്ട്, അതുപോലെ തന്നെ അറഫയിലൊന്ന് ദുആ ചെയ്തിട്ടെങ്കിലും ഒരു കുട്ടി ഉണ്ടായി കിട്ടിയാൽ, വീട് വേണമെങ്കിൽ വിറ്റിട്ട് പോകാം എന്ന് പറഞ്ഞ ആളുകളുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. എന്തിനാ വീട്? കുഞ്ഞുങ്ങളില്ലാതെ ഒരു കുട്ടി ജനിച്ചാൽ പിന്നെ നമുക്ക് അധ്വാനിച്ച് പിന്നെന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിക്കൂടെ എന്ന് കരുതിയ ആളുകൾ. ഒരു കുട്ടി ജനിക്കാത്ത കുടുംബത്തിലെ ഏതെങ്കിലും സ്ത്രീകളോ പുരുഷന്മാരോ ഉണ്ടെങ്കിൽ അവർക്കറിയാം അതിന്റെ സങ്കടം. ആ സങ്കടം വളരെ വലുതാണ്. ആ ആഴം അളക്കാൻ പറ്റൂല. ഒരു കുട്ടി ജനിക്കാൻ വീട് വിറ്റിട്ട് പണമുണ്ടാക്കി ഹജ്ജിന് പോകുന്ന ദമ്പതികളെ എനിക്കറിയാം. മനസ്സിന്റെ വേദനയാണ് ഇത്. നിങ്ങളെ മനസ്സിന്റെ ഒരു കോണിൽ വെക്ക്. ഞാൻ ഈ പറഞ്ഞ ചരിത്രം നിങ്ങളുടെ മനസ്സിന്റെ ഒരു കോണിൽ അവിടെ സൂക്ഷിക്കുക. അടുത്തത് പറയുന്നതിലേക്ക് അത് കൂട്ടിച്ചേർക്കും. തർബിയത്ത് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ആ കുട്ടിയെ ശരിക്ക് അള്ളാഹു ഫിത്രത്തിൽ തന്ന കുട്ടിയെ തർബിയത്ത് ചെയ്ത് നന്നാക്കി എടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. എന്തിനാണ് നമുക്ക് കുട്ടികൾ എന്ന ചോദ്യത്തിന്റെ മറുപടി ആദ്യം പഠിക്കണം. നമ്മുടെ ഈ ലോകത്ത് ശാശ്വതമായി ജീവിക്കാൻ വന്നവരല്ല. നമ്മളൊക്കെ കുട്ടി വേണമെന്ന് പറയുന്നതിന്റെ ലക്ഷ്യവും യഥാർത്ഥത്തിൽ ഒരു കുട്ടിയെ അള്ളാഹു തരണമെന്നതിന്റെ ഉദ്ദേശവും രണ്ടാണ്. നമ്മളൊക്കെ കുട്ടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷ്യം എന്താ? പെൺകുട്ടികൾ ജനിച്ചാൽ പോലും ആൺകുട്ടി വേണമെന്ന് തോന്നാൻ കാരണം എന്താ? സത്യത്തിൽ നമ്മളെ പരിപാലിക്കാനും സ്നേഹിക്കാനും കുടുംബം നോക്കാനും പെൺകുട്ടിയാണല്ലോ നല്ലത്. എന്നാലും ആളുകൾക്ക് ആവശ്യം ആൺകുട്ടിയാ. എന്താ കാരണം? ലക്ഷ്യം ഒന്നാണ്, നമ്മുടെ അനന്തര സ്വത്ത് സംരക്ഷിക്കപ്പെടണം.
നമ്മൾ ഉണ്ടാക്കി വെച്ച സ്വത്തിന് അവകാശി വേണം. ഇതാണ് പ്രശ്നം, മറ്റൊന്നുമല്ല. അതിനാണ് ആൺകുട്ടി തന്നെ വേണം. പെൺകുട്ടിയാകുമ്പോൾ സ്വത്ത് പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയാകുമ്പോൾ സ്വത്ത് മറ്റുള്ളവർക്ക് വീതം വെച്ചെടുക്കാൻ അവസരമുണ്ടാകുമെന്നതുകൊണ്ട് പെൺകുട്ടി പോരാ, പെൺകുട്ടിയും വേണം, ആൺകുട്ടിയും വേണം. എന്നാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് പറഞ്ഞെടുത്ത് പഠിക്കണം. ആദ്യം സക്കരിയ നബി തങ്ങൾ പടച്ച റബ്ബിനോട് പറഞ്ഞെന്താ? അല്ലാഹുവേ, നീ എനിക്കൊരു കുട്ടിയെ കൊണ്ട. എന്തിനാണ് കുട്ടിയെ തരുന്നത്? വഇന്നീ ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആകിറ ഫഹബ്ലി മിൻ ലദുൻക വലിയ യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ്. ആ ആയത്തിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? വഇന്നീ ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ. ബനീ ഇസ്രായേലിൽപ്പെട്ട അദ്ദേഹത്തിന്റെ തലമുറയെ കുറിച്ചാണ് പറയുക. അവരൊക്കെ പിഴച്ചു പോകുന്നൊരു പേടി എനിക്കുണ്ട്. എന്റെ പിൻഗാമികൾ വഴിതെറ്റും, മാർഗഭ്രംശം അവർക്ക് സംഭവിക്കുമെന്ന ഭയം എനിക്കുണ്ട്. വഇന്നീ ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആകിറ. എന്റെ ഭാര്യ വന്ധ്യയാണ്, അവർക്ക് കുട്ടികളില്ല. അതുകൊണ്ട് ഫഹബ്ലി മിൻ ലദുൻക വലിയ. പടച്ചവനെ, നിങ്കിൽ നിന്ന് എനിക്കൊരു കുഞ്ഞിനെ നീ തരണേ. എന്തിനാണ് ആ കുട്ടി? യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ്. യരിസുനി, ആ കുട്ടി എന്റെ അനന്തരഗാമിയാകും, എന്റെ അനന്തരമെടുക്കും. വയരിസു മിൻ ആലി യഅഖൂബ്, യഅഖൂബ് സന്തതികളുടെയും അനന്തരമെടുക്കും. അവിടെയാണ് പ്രശ്നം. ഒരു കുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ ബാപ്പാന്റെ അനന്തര സ്വത്ത് എടുക്കും. ഒരു കബീലന്റെ മുഴുവൻ അനന്തര സ്വത്ത് എങ്ങനെ എടുക്കുക? ആലു യാക്കോബിന്റെ അനന്തര സ്വത്ത് മുഴുവൻ എങ്ങനെ ഈ കുട്ടിക്ക് കിട്ടുക? എന്താണ് ഖുർആൻ ഈ പറയുന്നത്? യരിസുനി എന്ന് പറഞ്ഞ് നിർത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പോരാ. വയരിസു മിൻ ആലി യഅഖൂബ്. ആലു യാക്കോബിന്റെ അനന്തരം മുഴുവൻ ഈ കുട്ടി എടുക്കുന്ന പറഞ്ഞത്. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? എന്താണ് അതിന്റെ മഅന? അതിനെ വ്യാഖ്യാനിച്ചു മഹാപണ്ഡിതന്മാർ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? വഇന്നീ ഖിഫ്തു അകാരിബി വഅസബതി. എന്റെ കുടുംബത്തെയും എന്റെ ബന്ധുമിത്രാദികളെയും ഞാൻ ഭയപ്പെടുന്നു. മിൻ ബഅദി മൗതി, എന്റെ മരണശേഷം. അല്ലാ യഖൂമു ബിദീനിക ഹഖൽ ഖിയാം. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ മാർഗത്തിൽ അവർ ശരിക്ക് നിലകൊള്ളുമെന്ന് എനിക്ക് ഉറപ്പില്ല. അവരെ നേർവഴിക്കാക്കാൻ ഒരാളില്ലെങ്കിൽ അവർ നേർവഴിക്ക് നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. വലാ യദ്ഉ ഇബാദക ഇലൈക്, നിന്റെ അടിമകളെ ഈ ദീനിലേക്ക് ക്ഷണിക്കാൻ ആളുണ്ടാവില്ല. വകാനത്ത് സൗജതി ആകിറൻ ലാ തലിദു, എന്റെ ഭാര്യയാണെങ്കിൽ പ്രസവിക്കാത്ത പെണ്ണുമായി പോയി. ഫർസുഖ്നി മിൻ ഇൻദിക വലദൻ വാരിഥൻ വമുഈനാ. അതുകൊണ്ട് പടച്ചവനെ, എനിക്ക് നിങ്കിൽ നിന്ന് എന്നെ സഹായിക്കുന്ന ഈ കുടുംബത്തെ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ, ദീൻ പ്രബോധനം ചെയ്യാൻ, ഈ തലമുറക്ക് ദീന് നിലനിർത്തി കൊടുക്കാൻ എനിക്കൊരു കുഞ്ഞിനെ തരണേ. അതിനാണ് കുട്ടി, അതിനാണ് കുഞ്ഞ്. ഈ തലമുറക്ക് ശരിക്ക് ദീൻ നിലനിർത്തി കൊടുക്കാൻ നമുക്കൊരു കടമയുണ്ട്. മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു തആല അൻഹു സംഘവും കടല് കടന്നു വന്ന് ഇവിടെ ദീൻ എത്തിച്ചത് ഈ സമൂഹത്തിന് ദീൻ കൊടുത്താൽ അതിന്റെ പ്രതിഫലം വളരെ വലുതാണെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ്. നമ്മൾ മരിച്ചാലും അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണം. നമ്മുടെ സ്വത്ത് നിലനിന്നാ പോരാ, അള്ളാന്റെ ദീൻ ഇവിടെ നിലനിർത്തേണ്ട കടമ നമുക്കുണ്ട്. ആ കടമ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ചതാ. നമ്മൾ കുട്ടി എന്തിനാന്ന് ചോദിച്ചാൽ സ്വത്ത് നിലനിൽക്കാനാ? പോരാ, നമ്മുടെ സ്വത്ത് നിലനിന്നാ പോരാ. നമ്മുടെ സ്വത്ത് നിലനിൽക്കുക എന്നത് നമ്മുടെ സ്വന്തം സ്വാർത്ഥ താല്പര്യമാണ്. എന്നാൽ അതിനേക്കാൾ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് അള്ളാഹുവിന്റെ ദീന് നിലനിർത്താനാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഓരോരുത്തരും ദീൻ നിലനിർത്താൻ എന്ത് ചെയ്തു? നിങ്ങൾക്കൊരു കുട്ടിയെ പടച്ചറപ്പ് തരുന്നത് ഈ ദീൻ നിലനിർത്താനാ. അള്ളാന്റെ റസൂൽ ഇവിടെ ഉമ്മത്ത് പെരുകണമെന്ന് പറഞ്ഞത് ജനസംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ട് ആരെങ്കിലും പേടിപ്പിക്കാനല്ല. മുസ്ലിങ്ങളെ ജനസംഖ്യ പെരുപ്പിച്ചുകൊണ്ട് ലോകം ഭരിക്കാൻ പ്രാപ്തരാക്കാനല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ലോകത്തിന്റെ നാനാഭാഗത്തും പ്രബോധനം ചെയ്യാനാണ്. മുഖാതറത്തുൽ ഉമ്മമിന്റെ ഉദ്ദേശം അതാണ്. അള്ളാന്റെ റസൂലിന്റെ ഉമ്മത്ത് ദീൻ ഉൾക്കൊണ്ട ഒരു ഉമ്മത്ത് ഇവിടെ വേണം. അതിനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കത്ത് വെച്ച് പ്രാർത്ഥിച്ചത്, റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക് വമിൻ ദുർരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്. റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക്, പടച്ചവനെ എന്നെയും എൻ്റെ മകനെയും നീ നിന്നെ അനുസരിക്കുന്നവരാക്കണം. പോരാ, എന്റെയും എൻ്റെ മകന്റെയും ഇസ്ലാം പോരാ. വമിൻ ദുർരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്,
ഞങ്ങളുടെ പരമ്പരയിൽ ഇസ്ലാം ശരിക്കും ഇവിടെ നിലനിർത്തണം. അപ്പൊ ദീൻ നിലനിർത്തുക എന്ന ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് പടച്ചറപ്പ്. ആ ദൗത്യ നിർവഹണത്തിന് നിങ്ങൾ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് നാളെ നിങ്ങൾക്ക് എന്ത് മറുപടി പറയാണ്ട്? മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആല അൻഹുവിനും സംഘവും മക്കത്ത് നിന്നിരുന്നുവെങ്കിൽ പരിശുദ്ധ ഹറമിൽ നിസ്കരിച്ചാൽ അവർക്ക് എത്ര ലക്ഷം പുണ്യം കിട്ടും? നേരെ മറിച്ച് അവർ ഇവിടെ വന്ന് കൊടുങ്ങല്ലൂരിൽ പള്ളി കെട്ടിയാൽ അവർക്ക് എന്ത് കിട്ടും? മക്കത്തെ ലക്ഷവും കൊടുങ്ങല്ലൂരിലെ പള്ളിയും തമ്മിൽ എന്താ അന്തരമുണ്ട്? എന്നിട്ടും എന്തിനെ അവരിവിടെ വന്നത്? ദീൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ദീൻ നിലനിർത്തുക എന്നത് ഈ ഭൂമുഖത്ത് ഏറ്റവും ഖൈറായ അമലാണ്. ആ കടമ നമ്മൾ നിർവഹിച്ചേ പറ്റൂ. അതിനാണ് നേതാക്കൾ മദ്രസ പ്രസ്ഥാനമുണ്ടാക്കിയത്, അതിനാണ് മഹല്ല് സംവിധാനമുണ്ടാക്കിയത്, അതിനാണ് ഓരോ വെള്ളിയാഴ്ചയും പള്ളിയിൽ വിളിച്ചിട്ട് ഇത്തഖുല്ലാ എന്ന് പഠിപ്പിക്കുന്നത്. നമ്മുടെ ദീനിയായ ജീവിതത്തിന്റെ അടിത്തറ എന്താണെന്ന് ബോധ്യം വരാതെ മുസ്ലിം എന്ന് പറഞ്ഞ് നടന്നത് കൊണ്ട് ഒരു പ്രയോജനവും കിട്ടൂല. അന്നം തേടാനുള്ള വിദ്യ പോരാ, ആഖിറം തേടാനുള്ള വിദ്യ കൂടി വേണം നടത്താം. അന്നവും ആഖിറവും കൂട്ടിച്ചേർത്തോളൂ, കുഴപ്പമില്ല. രണ്ടിലൊന്ന് മാത്രമാക്കണ്ട. ആക്കുന്നുവെങ്കിൽ അത് ആഖിറമാകണം. ഈ ലോകത്ത് 60 വയസ്സോ 70 വയസ്സോ അങ്ങനെ മാത്രമേ നമ്മൾ ജീവിക്കൂ. ലികുല്ലി ഷൈഇൻ ഹസാദ്, എല്ലാത്തിനും കൊയ്ത്തുകാലം വരും. തേങ്ങ വിളഞ്ഞാൽ കൊയ്യും, നെല്ല് വിളഞ്ഞാൽ വെട്ടും, എല്ലാവരെയും കൊയ്യും. ഇത് അള്ളാഹുവിന്റെ വിളയാണ് ഇരിക്കുന്നതൊക്കെ ഞാനും നിങ്ങളും. വഹസാദു ഉമ്മത്തി, എന്റെ ഉമ്മത്തിനെ കൊയ്തെടുക്കുന്നത് മാ ബൈന സിത്തീന വസബഈൻ, 60ന്റെയും 70ന്റെയും ഇടയ്ക്ക് നോർമലി നമ്മളെ അള്ളാഹു കൊയ്തു കൊണ്ടുപോകും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീൻ നിലനിർത്തുക എന്ന ഒരു വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട്. ആ ഉത്തരവാദിത്ത നിർവഹണത്തിന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കേണ്ട ആളുകൾ ഇനി ആരാ? ഇനിയൊരു പ്രവാചകൻ വരാനില്ല, ഇനിയൊരു പ്രബോധകൻ വരാനില്ല. നമ്മൾ തന്നെയാണ് ആ ദൗത്യം ഇനി നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് ഇസ്ലാമിക ദഅവത്ത് നിർവഹിക്കാൻ നമ്മുടെ മക്കളെ പ്രാപ്തനാക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യം നമ്മുടെ പ്രധാനപ്പെട്ട കടമയാണ് നമ്മളെ മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങളെ മകനെ ഡിഗ്രിയോ PGയോ പഠിപ്പിച്ചില്ലെങ്കിൽ അള്ളാഹു ചോദിച്ചു കൊള്ളണം എന്നില്ല. എന്നാൽ നിങ്ങളെ കുട്ടിയെ നിങ്ങൾ മതം പഠിപ്പിച്ചില്ലെങ്കിൽ അള്ളാഹു ചോദിക്കും. പക്ഷെ ഇന്നത്തെ ഒരു യുഗത്തിൽ നമ്മുടെ കുട്ടിക്ക് മതം മാത്രം പഠിച്ചാൽ മതിയാകില്ല. മതം പ്രബോധനം ചെയ്യണമെങ്കിൽ തന്നെ വേണം ഭൗതിക വിദ്യ. ഭൗതിക വിദ്യാഭ്യാസമില്ലാത്ത ഒരാൾക്ക് ഇന്ന് സമൂഹത്തെ അഭിസംബോധന ചെയ്യാൻ കഴിയില്ല. ദൗർഭാഗ്യവശാൽ നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്തെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് സമത്വ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൽ നിന്നൊരു കണക്കെടുത്താൽ നമുക്ക് കിട്ടും. സമത്വ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പൊതുപരീക്ഷയിൽ ഏകദേശം 40 ലക്ഷത്തിലധികം കുട്ടികൾ 5ാം ക്ലാസ് മദ്രസ പാസ്സായപ്പോൾ അതിന്റെ പകുതി കുട്ടികൾ പോലും 7ാം ക്ലാസ്സിൽ എത്തിയിട്ടില്ല. ഇത്ര കാലം സർട്ടിഫിക്കറ്റ് കൊടുത്ത കണക്ക് പരിശോധിച്ചാൽ മതി. ഏതൊരു മദ്രസയിലും ഏതൊരു നാട്ടിലും പോയി നിങ്ങൾ പഠിച്ചു നോക്കി. നമ്മുടെ സമുദായം ഇത്രമാത്രം അധപ്പതിച്ചു പോകാനും സകല വൃത്തികേടിലും നമ്മുടെ മക്കൾ ഉണ്ടാവാനും കാരണം എന്താണ്? 10,000-ത്തിലധികം മദ്രസകൾ നമ്മൾ നടത്തുന്നുണ്ട്, 1000-കണക്കിന് പള്ളി ദർസുകൾ നമ്മൾ നടത്തുന്നുണ്ട്, 100-കണക്കിന് അറബി കോളേജുകൾ നമ്മൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ നടത്തിയിട്ട് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ചെറുപ്പക്കാർ പലപ്പോഴും വൃത്തികേടിന്റെ തലപ്പത്ത് എന്തുകൊണ്ട് എത്തുന്നു? ഈ പഠിക്കുന്നതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അറബി കോളേജിലും പള്ളി ദർസിലും പഠിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ. മദ്രസയിൽ ബഹുഭൂരിപക്ഷം കുട്ടികളും പഠിക്കുന്നുണ്ട്. എന്നിട്ടും എന്തേ ഫലം ഇങ്ങനെ? അതിന്റെ കാരണം ഏത് മദ്രസയിൽ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് പരിശോധിച്ചാലും നിങ്ങൾക്ക് ബോധ്യം വരും. 1ാം ക്ലാസ്സിൽ 50 കുട്ടിയുണ്ടെങ്കിൽ ഏതാണ്ട് 5ാം ക്ലാസ് വരെ മാത്രമേ ആ 50 കുട്ടികൾ നിലനിൽക്കുകയുള്ളൂ. 5ാം ക്ലാസ് കഴിഞ്ഞ് മുകളിലേക്ക് പോകുന്തോറും കുട്ടികൾ ഇങ്ങനെ ഡ്രോപ്പ് ഔട്ടായി പോകും. കുട്ടികൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുമെന്ന് മാത്രമല്ല, ഈ കുട്ടികൾ ചെയ്യുന്ന എന്താണ്? 7ാം ക്ലാസ് വരുമ്പോൾ ഒരു 30 കുട്ടികൾ ഉണ്ടാകും, 20 പോയിട്ടുണ്ടാവും. 8ൽ വരുമ്പോഴേക്ക് പിന്നെയും 10 പോകും. 50 കുട്ടികൾ 1ാം ക്ലാസ്സിലുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിൽ 5 കുട്ടികളെ ഉണ്ടാവും. ഈ ഒരു ആവറേജ് കണക്ക് കേരളത്തിലെ എല്ലാ മദ്രസയിലും പോയി നിങ്ങൾ പരിശോധിച്ചിട്ട് പറ, ഞാൻ അന്വേഷിച്ചതാണ്. ഇതിന് കുട്ടികൾ പറയുന്ന ഒരു കാരണമുണ്ട്, രക്ഷിതാക്കൾ അതിന് മൂളി കൊടുക്കുന്നുമുണ്ട്. എന്താണ് കുട്ടികൾ ഇങ്ങനെ ഡ്രോപ്പ് ഔട്ട് ആവാൻ കാരണം?
നമ്മുടെ കുട്ടികൾ മദ്രസയിൽ 5ാം ക്ലാസ് കഴിഞ്ഞ് 6 അല്ലെങ്കിൽ 7 എത്തുമ്പോഴേക്കും 7ാം ക്ലാസ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ രക്ഷിതാക്കളോട് പറയും, ഇനി SSLCക്ക് A+ കിട്ടണമെങ്കിൽ മദ്രസയും സ്കൂളും കൂടി ഒരുമിച്ച് നടക്കാൻ പറ്റില്ല. കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ ആരോ ഒരു ഭീതി ഫീഡ് ചെയ്തിട്ടുണ്ട്. ഈ കാര്യം കുട്ടി വന്ന് നമ്മുടെ വീട്ടിൽ പറയുന്നതോടുകൂടി ഉപ്പയും ഉമ്മയും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുട്ടിക്ക് ദീൻ പഠിച്ചില്ലെങ്കിലും A+ നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. അതുകൊണ്ട് A+ SSLCക്ക് കിട്ടാൻ വേണ്ടി 7ാം ക്ലാസ്സിൽ വെച്ച് സർട്ടിഫിക്കറ്റോടുകൂടി മദ്രസ നിർത്തുകയാണ് ബഹുഭൂരിപക്ഷം. ഇതുകൊണ്ട് സംഭവിക്കുന്ന അപകടം എന്തെന്ന് ചോദിച്ചാൽ, മരണം വരെ ആ കുട്ടി പാലിക്കേണ്ട ഇസ്ലാമിക ബോധനം ആ കുട്ടിക്ക് തടയപ്പെടുകയാണ്. ആ കുട്ടി ഈ 7ാം ക്ലാസ്സിലെത്തുമ്പോൾ ശരിക്കൊരു 12 വയസ്സ് പ്രായമേ ആയിട്ടുണ്ടാവും. 12 വയസ്സ് പ്രായമായൊരു കുട്ടിക്ക് ശരിക്കും പ്രായപൂർത്തി ആയിട്ടുണ്ടാവില്ല. ഇനി പ്രായപൂർത്തിയുടെ ലക്ഷണം എന്തെങ്കിലും നിങ്ങൾ കണ്ടാലും ശരി, ബുദ്ധി വികസിച്ചിട്ട് വിവേകം എന്ന ഒന്ന് ആ കുട്ടിക്ക് 12ാം വയസ്സിലില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ റഷീദായി ബുലു ആയിട്ടില്ല എന്നർത്ഥം. ശരിക്കും ശ്രദ്ധിക്കണം. റഷീദായി ബുലു ആകുക എന്ന വലിയ വിഷയമാണ്. തിരിച്ചറിവോട് കൂടിയുള്ള ഒരു പ്രായപൂർത്തി ആ കുട്ടിക്ക് ആയിട്ടില്ല. ആ സമയത്ത് നിങ്ങൾ ആ കുട്ടിയെ 7ാം ക്ലാസ്സിൽ നിന്ന് പിൻവലിക്കാൻ സമ്മതിച്ചാൽ മരണം വരെ ആ കുട്ടി ജീവിതത്തിൽ പുലർത്തേണ്ട ശർഈയായ അഹ്കാമുകൾ പലതും ആ കുട്ടിക്ക് അറിയില്ല. ബാപ്പ നാളെ പടച്ച റബ്ബിനോട് സമാധാനം പറയേണ്ടി വരും, ഉമ്മ സമാധാനം പറയേണ്ടി വരും. ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കുണ്ട് എന്ന കാര്യം ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. കുട്ടികളല്ല കുറ്റക്കാര്. നമ്മുടെ കുട്ടികൾ വഴിയരികിൽ വൃത്തികേട് ചെയ്യുന്നുണ്ടെങ്കിൽ, അവരുടെ ജീവിതത്തിൽ താളഭംഗം വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം ഉപ്പാക്കും ഉമ്മാക്കുമാണ്. എന്താ കാരണം? റഷീദായി ബുലു ആകുന്നത് വരെ മക്കൾക്ക് ദീൻ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ചുരുങ്ങിയത് ഇന്നത്തെ സാഹചര്യത്തിൽ 12ാം ക്ലാസ് വരെ മദ്രസ സമത്വക്കുണ്ട്. മിനിമം ഒരു 10ാം ക്ലാസ് വിദ്യാഭ്യാസമെങ്കിലും കുട്ടിക്ക് കൊടുക്കണ്ടേ? മദ്രസയിൽ പഠിപ്പിക്കണ്ടേ? ഇനി മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുടെ ഗതി എന്താ? ഒട്ടുമിക്ക ഈ മേഖലയിലെ മദ്രസകളും എന്റെ അറിവിൽപ്പെട്ടിടത്തോളം രാവിലെയാണ് നടക്കുന്നത്. ഒരു 6 മണി മുതൽ തുടങ്ങും. 1.5 മണിക്കൂർ എന്ന് പറയും, പക്ഷെ 1 മണിക്കൂറേ കിട്ടും. ആ 1 മണിക്കൂർ ആകുമ്പോഴേക്കും അടുത്ത ബാച്ച് വരാനായി, ഇവർക്ക് സ്കൂളിലേക്ക് ദൂരെ പോകാനായി. ഇത് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരു സംഗതിയാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിപ്പിക്കേണ്ട ആ കുട്ടിക്കൊരു മിനിമം ഡിഗ്രി എങ്കിലും കിട്ടണം എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. പഠിപ്പിക്കേണ്ടെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ സമന്വയിപ്പിക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്ന് പാഠം തുടങ്ങുമ്പോഴേക്കും കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ബസ് വന്നാൽ അതിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനീ സ്ഥാപനത്തിൽ നിന്ന് കുട്ടിയെ പുറത്തിറക്കി അവിടെ ചേർത്ത് പഠിപ്പിച്ച് എന്റെ കുട്ടി ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് മികച്ചു നിൽക്കുന്നു എന്ന് അഭിമാനിക്കുന്ന രക്ഷിതാക്കളുണ്ടല്ലോ, അവർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവര് നാളെ പരലോകത്ത് പടച്ച റബ്ബിന്റെ മുമ്പിൽ വരും. അള്ളാഹുവിന്റെ മുമ്പിൽ വന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഇവർ കണക്കെടുക്കും. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നാളെ മഅ്ശറ വൻസഭയിൽ ഇപ്പൊ ഈ മദ്രസ മുറ്റത്ത് നമ്മൾ കൂടിയതുപോലെ, കവായി മദ്രസയുടെ മുറ്റത്ത് നമ്മൾ ഇരിക്കുന്നത് പോലെ, ഇതിനേക്കാൾ വലിയ ജനസഞ്ചയത്തെ ആവാഹിക്കാൻ കെൽപ്പുള്ള പടച്ച റബ്ബിന്റെ മഅ്ശറയിൽ നമ്മൾ എത്തും. ആ മഅ്ശറയിൽ എത്തുമ്പോൾ ഓരോ കുടുംബവും പരസ്പരം തിരിച്ചറിയും. ഭർത്താവും ഭാര്യയും മക്കളും ഒക്കെ പ്രത്യേകം ഗ്രൂപ്പായി നിൽക്കും. ഗ്രൂപ്പ് തിരിക്കൊന്നും വേണ്ട, അങ്ങനെ ആവും. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന അവ്വല മാ യതഅല്ലഖു ബിർറജുലി ഫിൽ ഖിയാമ, നാളെ പരലോകത്ത് ആദ്യമായി ഖിയാമത്ത് നാളിൽ പരസ്പരം ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ പരസ്പരം തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ ഖിയാമത്ത് നാളിൽ മഅ്ശറ വൻസഭയിൽ പരസ്പരം ഗ്രൂപ്പായി നിൽക്കുന്നത് അഖ്ലുഹു വ വൽദുഹു, ഒരു മനുഷ്യന്റെ മക്കളും അവന്റെ കുടുംബവുമാണ്. ഭാര്യയും മക്കളും ഒന്നിച്ചൊരുമിച്ച് കൂടിയിട്ട് ഭർത്താവിനെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ നാഥനെ മുമ്പിൽ നിർത്തും. ഫയൂഖിഫൂന ബൈന യദൈല്ലാഹി തആല, ആ കുടുംബത്തിന്റെ നാഥനെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് അവർ നിർത്തും. ശരിക്കും ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് നിങ്ങളെ കുറിച്ചാണ് പറയുന്നത്, എന്നെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ മക്കൾ നമ്മളെ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് നിർത്തും. ഇത് സത്യമാണ്. സാദിഖുൽ മസ്തൂഖായ മുത്തുനബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച കാര്യമേ ഞാൻ പറയുന്നുള്ളൂ. ശ്രദ്ധിക്കണേ. മഅ്ശറ വൻസഭയിൽ നമ്മളെ മുമ്പിലേക്ക് നിർത്തിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഭാര്യയാണെങ്കിൽ ഭാര്യ, മക്കളാണെങ്കിൽ മക്കള്, ഇനി ഉമ്മയാണെങ്കിൽ ഉമ്മാനെ കുറിച്ച് മക്കൾ പടച്ച റബ്ബിനോട് പറയും, യാ റബ്ബനാ ഖുദ് ലനാ ബിഹഖിനാ മിൻഹു, യാ റബ്ബനാ ഞങ്ങളെ രക്ഷിതാവേ, ഖുദ് ലനാ
ഞങ്ങൾക്ക് നീ വാങ്ങിത്തരണേ. പടച്ചവനെ, ഈ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് നീ വാങ്ങിത്തരണേ. ഹക്കന, ഞങ്ങളെ അവകാശം. ഖുദ് ലനാ ബിഹഖിന മിൻഹു, ഈ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് അവകാശം വാങ്ങിത്തരണം. ഏതവകാശം? സ്വത്തവകാശമല്ല. നിങ്ങൾ കെട്ടിപ്പൂട്ടി വെച്ച പോറ്റി വളർത്തിയ മക്കൾക്ക് കൊടുക്കാനുള്ള ധനമല്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ദുന്യാവിലെ സമ്പത്തല്ല കൂട്ടരെ. ഞങ്ങൾക്കൊരു ഹക്കുണ്ട്. ദീനെന്താണെന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ഇയാൾക്ക് അവകാശമുണ്ടായിരുന്നു. എന്നിട്ട് ആ കുട്ടികൾ പറയും, ഈ മനുഷ്യന്മാൻ അല്ലംന, ഇയാൾ ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടില്ല, ഇയാൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. മാ നജ്ഹലു, ഞങ്ങൾക്ക് അറിവില്ലാത്ത കാര്യം, ഞങ്ങൾക്കറിവില്ലാത്ത ദീനിന്റെ കാര്യം ഇയാൾ ഞങ്ങളെ പഠിപ്പിച്ചില്ല. ഇയാൾ ഞങ്ങളെ പെട്ടെന്ന് ഭൗതിക വിദ്യ നേടി, ഒരു തൊഴിൽ നേടി, അതുവഴി സമ്പാദ്യമുണ്ടാക്കുന്ന പണിക്ക് വിട്ടയാളാണ്. ഈ മനുഷ്യൻ ഞങ്ങൾക്ക് ദീന് ശരിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. വകാന യുതഇമുൽ ഹറാം, ഈ മനുഷ്യൻ ഞങ്ങൾക്ക് ഹറാമ് തീറ്റിയിട്ടുണ്ട്. ഇയാൾ ഞങ്ങൾക്ക് ഹറാമ് തീറ്റിയിട്ടുണ്ട്. നേരായ മാർഗത്തിലല്ലാതെ മക്കളെ പോറ്റുന്നവർ, വട്ടിപ്പലിശ കൊണ്ട് മക്കളെ പോറ്റുന്നവർ, ആരാന് കൊടുക്കാനുള്ള ഹക്ക് പിടിച്ചു വെച്ചുകൊണ്ട് മക്കളെ പോറ്റുന്നവർ, സക്കാത്ത് കൊടുക്കാതെ മക്കളെ പോറ്റുന്നവർ, കരുതിക്കോ, വനഹ്നു ലാ നഅലം, ഞങ്ങൾക്കതറിയില്ലായിരുന്നു പടച്ചവനെ, ഞങ്ങൾ തിന്നത് ഹറാമാണെന്ന്, ഞങ്ങൾ തിന്നത് ഹറാമാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു റബ്ബേ. ഈ മക്കള് പറയാം. അപ്പൊ ഈ മക്കള് പറയുന്ന രണ്ട് കാര്യത്തിൽ ഒന്നെന്താ? ഇയാള് ഞങ്ങൾക്ക് ദീൻ എന്താന്ന് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഒരു വലിയ ആരോപണം നിങ്ങൾക്ക് വരും. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ മക്കൾക്ക് നല്ല ഉടയാട വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും, നല്ല ഫുഡ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും, നല്ല ആഭരണം വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും, നിങ്ങളെ മക്കൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ശർഈയായി നിങ്ങൾക്ക് നല്ലൊരു വസ്ത്രം വാങ്ങി തന്നില്ല എന്ന് മക്കൾ പറയില്ല. എന്താ കാരണം? ആവശ്യത്തിനുള്ളത് കൊടുത്താൽ മതി.